الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قال هل آمنكم عليه إلا كما أمنتكم على أخيه من قبل فالله خير حافظا وهو أرحم الراحمين സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ കടന്നു വരുമ്പോൾ നിരാശരും നിഷ്ക്രിയരുമായി ജീവിതം മടുത്ത് ആത്മഹത്യ വരെ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിനിടയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും താങ്ങും തണലുമായി സന്തോഷഘട്ടങ്ങളിൽ മാത്രമല്ല വേദനകളിലും ഒപ്പം നിൽക്കാൻ ആളുകളുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ വലിയ പ്രതീക്ഷയും ആശ്വാസവുമാണ്. രോഗം വരുമ്പോഴേക്ക് പ്രായം ചെന്നവർ പറയുന്ന വാചകങ്ങൾ ഇതാണ്: എന്നെ ആര് നോക്കാനാണ്, എല്ലാവർക്കും ഞാനൊരു ഭാരമായി തീരുമല്ലോ. ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും ജീവിത പ്രതിസന്ധികളിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ജീവിതത്തിൽ എപ്പോഴും നമ്മെ സഹായിക്കാനും സംരക്ഷിക്കാനും ആളുകളുണ്ട് എന്നത് ജീവിതത്തിൽ വലിയ പ്രതീക്ഷ മാത്രമല്ല, മനസ്സിന് വലിയ ആശ്വാസവും സമാധാനവുമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസമെന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഏത് പരീക്ഷണത്തിന്റെ തീച്ചൂളകളിലൂടെ കടന്നുപോയാലും, ഏത് പ്രതിബന്ധത്തിന്റെ മലമടക്കുകളിലൂടെ കടന്നുപോകേണ്ടി വന്നാലും എന്റെ റബ്ബിന്റെ സഹായം എനിക്കുണ്ടാകും, എന്റെ റബ്ബിന്റെ സംരക്ഷണം എനിക്കുണ്ടാകും എന്നതു മാത്രമാണ്
വിശ്വാസികൾക്ക് മനസ്സിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സമാധാനം. ലോകത്ത് ഒരാൾക്കും ലഭിക്കാത്ത സമാധാനമാണ് വിശ്വാസികൾക്ക് ലഭിക്കുന്ന സമാധാനം. പരിശുദ്ധ ഖുർആൻ സൂറത്തു ഹദീദിലെ 4-ാമത്തെ വചനത്തിലൂടെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. വഹുവ മഅക്കും, അവൻ നിങ്ങളോടൊപ്പമുണ്ട്. ഐനമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളോടൊപ്പം അല്ലാഹു ഉണ്ട്. വല്ലാഹു ബിമാ തഅമലൂന ബസീറ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും റബ്ബിന്റെ സഹായം നിങ്ങൾക്കുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്ക് ലഭിക്കണമെങ്കിൽ സംരക്ഷണം ലഭിച്ച ഒരുപാട് ചരിത്രങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഒരുപാട് പൂർവിക സമൂഹത്തിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ജീവിതത്തിൽ നമ്മൾ തന്നെ അള്ളാഹുവിന്റെ സഹായം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ സഹായമില്ലാതെ ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് റബ്ബിന്റെ മുമ്പിൽ ആണയിട്ട് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നിങ്ങൾ നോക്കൂ, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നഷ്ടപ്പെടുന്നു മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്. രണ്ടാമത് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്തതികൾ വന്ന് വീണ്ടും ചോദിക്കുന്നത്, മിസ്റിലെ രാജാവ്, മിസ്റിലെ മന്ത്രി ഞങ്ങളുടെ കൊച്ചനുജനെ കൊണ്ടുചെന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഭക്ഷണം തരികയുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ബിന്യാമീനിനെ ഞങ്ങളുടെ കൂടെ പറഞ്ഞയക്കണമെന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് തന്റെ പ്രിയപ്പെട്ട മക്കൾ ആവശ്യപ്പെടുന്നു. ആ സമയത്ത് ഇതിന്റെ മുമ്പ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോയതും യൂസുഫിനെ ഞങ്ങൾ സംരക്ഷിക്കാം, ഒരു പോറലും ഏൽപ്പിക്കാതെ ഞങ്ങൾ തിരിച്ചേൽപ്പിക്കാമെന്ന വാചകത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ വാപ്പ പറയുന്നൊരു വാചകമുണ്ട്. ഖുർആൻ പറയുന്നു, ഹൽ ആമനുക്കും അലൈഹി ഇല്ലാ കമാ അമിൻതുക്കും അലാ അഖീഹി മിൻ ഖബൽ. മുമ്പ് അവന്റെ സഹോദരനെ പറ്റി നിങ്ങളെ ഞാൻ വിശ്വസിച്ചതുപോലെയല്ലാതെ അവനെപ്പറ്റി ഞാൻ നിങ്ങളെ വിശ്വസിക്കുമോ? എന്നിട്ട് അദ്ദേഹം പറയുന്ന വാചകം ഇതാണ്, എനിക്ക് നിങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് യൂസുഫ് നബി യൂസുഫിനെ ഞാൻ നിങ്ങളുടെ കൂടെ പറഞ്ഞയച്ചത്. ബിന്യാമീനെയും പറഞ്ഞയക്കാൻ എനിക്കൊരു വിശ്വാസക്കുറവുമില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നത് എന്റെ റബ്ബിലാണ്. ഫല്ലാഹു ഖൈറുൻ ഹാഫിള, അവനാണ് ഏറ്റവും ഉന്നതനായ സംരക്ഷിക്കുന്നവനെന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം യാക്കൂബ് നബി അലൈഹിസ്സലാം പറയാണ്, എനിക്ക് നിങ്ങളുടെ വാചകത്തിൽ വിശ്വാസക്കുറവുകളൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല. കാരണം എന്താ അറിയോ, ഞാൻ നിങ്ങളിൽ തന്റെ മക്കളെ തരുമ്പോ എനിക്ക് ഉറപ്പുണ്ട് എന്റെ റബ്ബ് എന്റെ മക്കളെ സംരക്ഷിക്കും. ആ ഉറപ്പാണ് ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ സമാധാനം. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, വഹുവ അർഹമുർ റഹീമീൻ, കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും നന്നായി കരുണ ചെയ്യുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇങ്ങനെ എത്രയെത്ര ചരിത്രങ്ങളുണ്ട് അള്ളാഹുവിന്റെ സഹായം ലഭിച്ച, അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിച്ച, അള്ളാഹുവിന്റെ ബറക്കത്ത് ലഭിച്ച, അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിച്ച. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിക്കുന്നിടത്ത് മൂസാ നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട സമൂഹത്തെയും കൂട്ടി ഫിർഔൻ എന്ന് പറയുന്ന കിരാതനിൽ നിന്ന് രക്ഷപ്പെട്ട് പോരുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഫലമ്മ തറാഅൽ ജംആൻ, രണ്ട് സംഘങ്ങളും കൂടിച്ചേരുന്ന സന്ദർഭം വന്നപ്പോ മൂസാ നബി അലൈഹിസ്സലാമും തന്റെ കൂട്ടരും കൂടെ രക്ഷപ്പെടുകയാണ്. ഫിർഔനും കൂട്ടരും പിന്നാലെ കടന്നു വരുന്നുണ്ട്. അവര് രണ്ടുപേരും കണ്ടുമുട്ടുന്ന സന്ദർഭം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഖാല അസ്ഹാബു മൂസാ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെയുള്ള ഇസ്രായേൽ സമൂഹം ഫിർഔനിനെയും കൂട്ടരെയും കണ്ടപ്പം പറയുകയാണ്, ഇന്നാ ലമുദ്റകൂൻ, അവര് നമ്മളെ ഇപ്പൊ പിടിക്കുമല്ലോ, അവര് നമ്മളെ ഇപ്പൊ പിടികൂടുമല്ലോ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖൗമ് നിരാശരാവുകയാണ്. ഫിർഔനും കൂട്ടരും വന്ന് നമ്മളെ അതിജയിക്കുകയാണ്, പരാജയപ്പെടുത്തുകയാണ്. അവരിപ്പം നമ്മളെ പിടിച്ചു കൊല്ലുക തന്നെ ചെയ്യും. ഉടനെ തന്നെ മൂസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, കല്ലാ, ഒരിക്കലുമില്ല, ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ, നമ്മോടൊപ്പം നമ്മുടെ റബ്ബുണ്ട്, നമ്മോടൊപ്പം നമ്മുടെ റബ്ബുണ്ട്. സയഹ്ദീൻ, അവൻ ഏറ്റവും നല്ല വഴി നമുക്ക് കാണിച്ചു തരുന്നതാണ്.
അതൊരു പ്രതീക്ഷയാണ്, ശുഭപ്രതീക്ഷ. മൂസാ നബി അലൈഹി സ്വലാമിനോട് പറയാണ്, തന്റെ പ്രിയപ്പെട്ട ജനങ്ങൾ പറയാ, ഇത് ഫിറോനും കൂട്ടരും വന്ന് പിടിച്ചു, രക്ഷയില്ല. മൂസാ നബി അലൈഹി സ്വലാം അവരോട് പറയാ, കല്ല, ഒരിക്കലും അവർക്ക് പിടിക്കാൻ പറ്റൂല. അത് പറയാൻ ആർക്കാ പറ്റുക? അതൊരു വിശ്വാസിക്കേ പറ്റുള്ളൂ. എന്നിട്ട് പറഞ്ഞ വാചകം എന്താ? ഇന്ന മഅയ റബ്ബീ, എന്നോടൊപ്പം എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ ഏറ്റവും നല്ല മാർഗം എനിക്ക് കാണിച്ചു തരുന്നവനാണ്. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എന്റെ റബ്ബെന്നെ സഹായിക്കാനുണ്ട്. എന്റെ റബ്ബന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്നെ രക്ഷിക്കുന്ന രക്ഷകനാണ്. ലോകത്തങ്ങനെ രക്ഷിക്കാൻ ആരാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്? അല്ലാഹുവല്ലാതെ ആരാണുള്ളത് പ്രിയപ്പെട്ടവരെ? ഏത് ചരിത്രമെടുത്തു പരിശോധിച്ചാലും, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണെങ്കിലും, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണെങ്കിലും, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണെങ്കിലും, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണെങ്കിലും, ഏത് പ്രവാചകന്മാരുടെ ചരിത്രത്തിന്റെ കഥകളിലൂടെ കടന്നു പോവുകയാണെങ്കിലും അവർക്കൊക്കെയും രക്ഷ നൽകിയത്, അവരെയൊക്കെയും പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഏകനായ സർവാധിനാഥനായ റബ്ബല്ലേ. ഈ രക്ഷയും സമാധാനവും സഹായവും നമുക്ക് ലഭിക്കണമെങ്കിൽ എന്തു വേണം? അത് ഖുർആൻ പറയുന്നുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് എന്താ അറിയോ? കലർപ്പില്ലാത്ത വിശ്വാസം ഉണ്ടോ, പടച്ചോന്റെ അടുത്ത് നിന്നുള്ള സഹായം ഉണ്ടാകും. എല്ലാ സമൂഹത്തിനും സഹായം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് സഹായം ലഭിക്കാത്തത്? അതിലൊന്ന് നമ്മുടെ വിശ്വാസം കലർപ്പില്ലാത്ത വിശ്വാസമാകണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് നബി തങ്ങൾ പറയുന്നൊരു വാചകമുണ്ട്, യാ ഗുലാം, ഏ പൊന്നുമോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ചില കലിമത്തുകൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇഹ്ഫദില്ലാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. യഹ്ഫദ്ക, അല്ലാഹ് നിന്നെ സംരക്ഷിക്കുന്നതാണ്, രക്ഷിക്കുന്നതാണ്. ഏത് പ്രതിബന്ധങ്ങളിലും ഏത് പ്രതിസന്ധികളിലും നിനക്ക് താങ്ങ് റബ്ബിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇഹ്ഫദില്ലാ, അല്ലാഹ് സൂക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. എന്നാ പടച്ചോന്റെ സംരക്ഷണം നിനക്കുണ്ടാകും. പടച്ചോന്റെ സംരക്ഷണം, അതിനേക്കാളും വലിയൊരു സംരക്ഷണം വേറെ ഇല്ല. ആ സംരക്ഷണം നമുക്ക് ലഭിക്കണമെങ്കിൽ അല്ലാഹ് സൂക്ഷിക്കാൻ പറഞ്ഞതൊക്കെ സൂക്ഷിക്കണം. നിസ്കാരം, വിശ്വാസം, എല്ലാം. എന്നിട്ടോ നബി തങ്ങൾ പറയുന്നുണ്ട്, ഇഹ്ഫദില്ലാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. തജിദുഹു തുജാഹക്, എപ്പോഴും നിനക്ക് റബ്ബിന്റെ സഹായമുണ്ടാകും. ഇദാ സഅൽത ഫസ്അലില്ലാ, നീ എന്ത് ചോദിക്കുകയാണെങ്കിലും ചോദിക്കേണ്ടത് അത് ബദരീങ്ങളോടല്ല, അത് മുഹയ്യദ്ദീൻ ശൈഖിനോടല്ല, ഒരു സൃഷ്ടികളോടുമല്ല നീ ചോദിക്കേണ്ടത്. ഏകനായ സർവാധിനാഥനായ റബ്ബിനോട് ചോദിക്കണം. കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി അബോധികമായ മാർഗത്തിലൂടെ നമ്മെ രക്ഷിക്കാനും ശിക്ഷിക്കാനും കഴിയുന്നത് ഏകനായ സർവാധിനാഥനായ റബ്ബിന് മാത്രമാണ്. ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ റബ്ബിനോട് ചോദിക്കണം. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടണം. ഒരു ശൈഖിനോടും ഒരു തങ്ങളോടും ഒരു ബീവിയോടും നീ സഹായം തേടരുത്. എന്നിട്ടോ നബി തങ്ങൾ പറയാൻ, വഅലം, പഠിച്ചു വെക്കണേ, അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇ, ഒരു സമൂഹം മുഴുവനും നിനക്ക് നന്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. എന്നാൽ അല്ലാഹുവിന്റെ രേഖയിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, ഒരു ലോകം മുഴുവനും തന്നെ ഒന്നിച്ചു നിന്നാലും നിനക്കവർക്ക് നന്മ ചെയ്യാൻ സാധ്യമല്ല. അള്ളാന്റെ രേഖയിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? ഒരു ടീം മുഴുവൻ നിന്നാലും, ഒരു ലോകം മുഴുവൻ നിനക്ക് നന്മ ചെയ്യാൻ വിചാരിച്ചാലും അത് നടക്കൂല. എന്നിട്ടോ നബി തങ്ങൾ പറയാൻ, ഒരു സമൂഹം മുഴുവനും നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ലോകം മുഴുവനും ഒന്നിച്ചു നിന്നാലും അള്ളാന്റെ രേഖയിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഒരിക്കലും നിന്നെ ഉപദ്രവിക്കാൻ സാധ്യമല്ല. റുഫിഅത്തിൽ അഖ്ലാം ജുഫത്തിൽ സുഹഫു, വേദങ്ങളും എഴുതപ്പെട്ട് കഴിഞ്ഞു. ലൗഹുൽ മഹ്ഫൂദ് എഴുതപ്പെട്ട് കഴിഞ്ഞു, രേഖപ്പെടുത്തി, അതൊക്കെ ഉണങ്ങിക്കഴിഞ്ഞു. പേന ഉയർത്തപ്പെട്ടു. ഇനി ആ രേഖ മാറ്റാൻ കഴിയില്ല, പടച്ചോന്റെ രേഖയിലുള്ളതാണ്. നമുക്ക് ഇന്നാമത്തെ വയസ്സിൽ ഇന്നത് വരും എന്നുള്ളത് പടച്ചോന്റെ രേഖയിലുള്ളതാണ്. അത് വരും. അള്ളാഹ്
ഏത് പ്രതിസന്ധിയിലും നമുക്ക് രക്ഷ ഉണ്ടാവും എന്നുള്ളത് പടച്ചോന്റെ രേഖയിലുള്ളതാണ്. പക്ഷെ ആ രേഖയിൽ മാറ്റം വരുത്താൻ പറ്റിയ ഒരേ ഒരു കാര്യമുള്ളൂ, അത് പ്രാർത്ഥനയാണ്. അപ്പൊ ജീവിതത്തിൽ എന്തു വന്നാലും പടച്ചോന്റെ സഹായം നമുക്ക് കിട്ടണമെങ്കിൽ കലർപ്പില്ലാത്ത വിശ്വാസം, അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലുണ്ടോ, പടച്ചോന്റെ സഹായം നമുക്കുണ്ടാകും. അതിൽ യാതൊരു സംശയവുമില്ല. അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തത് തവക്കുലാണ്. എന്താ തവക്കുൽ എന്ന് പറഞ്ഞാൽ? തവക്കുൽ എന്ന് പറഞ്ഞാൽ അൽ-ഇഅ്തിമാദു അലല്ലാഹ്, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. മഅ അഹ്ദിൽ അസ്ബാബ്, കാരണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുക. ഇപ്പൊ ഒരാള് പറയാണ് നല്ല വിശക്കുന്നുണ്ട്, അയാൾ ഭക്ഷണം കഴിക്കാതെ പറയാണ് പടച്ചോൻ വിചാരിച്ചാൽ എന്റെ വിശപ്പൊക്കെ മാറും എന്ന് വിചാരിച്ച ഒരാൾ എന്ത് ചെയ്യാണ്? ഭക്ഷണമൊന്നും കഴിക്കാതെ എന്ത് ചെയ്യാണ്? അയാൾ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് ദിവസങ്ങളോളം. പടച്ചോൻ മാറ്റിക്കോളും. അയാളെ പറ്റി പറയാ തവക്കുൽ എന്നല്ല, തവാക്കുൽ എന്നാ പറയാ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരാൾക്ക് വിശന്നു കഴിഞ്ഞാൽ അതിനൊരു കാരണം നിശ്ചയിച്ചിട്ടുണ്ട്. വിശപ്പിനൊരു മാറാനുള്ളൊരു കാരണം, അത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. കാരണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. കഴിച്ച ഭക്ഷണം അത് പോഷകമായി നമ്മുടെ ശരീരത്തിന് ലഭിക്കണമെങ്കിൽ പടച്ചോന്റെ തൗഫീക്ക് വേണം. അതിന് പടച്ചോന്റെ തവക്കുലാക്കുക. ഒരു കർഷകൻ തന്റെ കൃഷിയിടം നന്നായിട്ട് ഉഴുതുമറിച്ച് വിത്തിട്ട് അതിനാവശ്യമായ വളരാനാവശ്യമായ വളമൊക്കെ കൊടുത്തിട്ട് വെള്ളം കൊടുത്ത് പിന്നെന്ത് ചെയ്യാം? വിത്ത് ഇട്ടതിന് ശേഷം പടച്ചോനോട് പറയാ തവക്കുലാക്കുക. അതാ ഇന്നല്ലാഹ ഫാലിക്കുൽ ഹബ്ബി വന്നവ, അള്ളയാണ് വിത്തും അതേപോലെ തന്നെ ധാന്യങ്ങളുമൊക്കെ മുളപ്പിക്കുന്നവൻ. ആ റബ്ബിൽ തവക്കുലാക്കുക. അല്ലാതെ പരീക്ഷക്കൊന്നും പഠിക്കാതെ പരീക്ഷ എഴുതിയിട്ട് പടച്ചോൻ ജയിപ്പിച്ചോളൂ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു മുസ്ലിമിന്റെ സമീപനമല്ല. തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ എന്ത് കാര്യവും മനുഷ്യന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ബാക്കി റബ്ബിൽ തവക്കുലാക്കുക, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോവുക. പടച്ചോന്റെ സഹായം ഉണ്ടാകും. എത്ര ചരിത്രമുണ്ട്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയുടെ പീഡനങ്ങളിൽ നിന്ന് യസ്രിബിന്റെ മണ്ണിലേക്ക് പലായനം ചെയ്യുന്ന ചരിത്രം പറയുന്നുണ്ട് ഖുർആൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെ മദീനയുടെ മണ്ണിലേക്ക് യാത്ര ചെയ്യുന്ന ചരിത്രം പറയുന്നുണ്ട് ഖുർആൻ. ഇല്ലാ തൻസുറു, നിങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. ഖുർആൻ പറയുന്നുണ്ട്. ഏത് സന്ദർഭത്തിൽ? ഇത് അഖ്റജഹുൽ ലദീന കഫറു സാനിയ ഇസ്നൈനി ഇദ്ഹുമാ ഫിൽ ഗാർ. പരിശുദ്ധ ഖുർആൻ പറയാണ്, അവിശ്വാസികൾ സ്വന്തം നാട്ടിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്താക്കിയപ്പോൾ രണ്ടിലൊരുവനായി ഒരു ഗുഹയിൽ താമസിക്കേണ്ടി വന്നൊരു അവസ്ഥ വന്നപ്പോൾ അള്ളാഹു അവരെ സഹായിച്ചിട്ടുണ്ട്. അതേത് സഹായമാണ്? ഖുർആൻ പറയുന്നുണ്ട്. ഇത് യഖൂലു ലി സ്വാഹിബിഹി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും സൗർ എന്ന ഗുഹയിൽ ശത്രുക്കളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ ഗുഹയിൽ താമസിക്കുന്ന സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലൗ അന്ന അഹദുഹും നളറ തഹ്ത ഖദമൈ ലഅബ്സർനാ. അല്ലാഹുവിന്റെ റസൂലേ, അവരെങ്ങാനും അവരുടെ കാലിന്റെ ചുവട്ടിലേക്കൊന്ന് നോക്കിയാൽ നമ്മളെ രണ്ടാളെയും കാണും. കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മളെ രണ്ടുപേരെയും കൊന്നുകളയും. പേടിച്ചിട്ട് നിൽക്കാണ് അവര് താമസിക്കുന്ന ഗുഹയുടെ മുകളിൽ അവരുടെ കാലുകൾ ഇങ്ങനെ കാണുകയാണ്. അപ്പോഴാണ് പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവര് കണ്ടാൽ നമ്മളപ്പോ കൊല്ലും. ഉടനെ തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖിനോട് പറയുന്ന വാചകം, മൂന്നാമതായി റബ്ബുള്ള രണ്ടുപേർ എന്തിനാണ് ഭയപ്പെടുന്നത്? നടന്നാലോചിച്ച് നോക്കണം. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ഇത് യഖൂലു ലി സ്വാഹിബിഹി ലാ തഹ്സൻ, നീ ദുഃഖിക്കേണ്ടതില്ല, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. അതാണ് പ്രതീക്ഷ, അതാണ് സമാധാനം, അതാണ് മനസ്സിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഐശ്വര്യം. പടച്ചോൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത്. സഹോദരങ്ങളെ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിജയം. അപ്പൊ എന്ത് കാര്യവും റബ്ബിൽ തവക്കുലാക്കി നമ്മൾ മുന്നോട്ട് പോയാൽ, ഫഇദാ അസംത, നീ എന്ത് കാര്യം തീരുമാനിച്ചാലും, ഇപ്പൊ കുട്ടിയുടെ കല്യാണം തീരുമാനിച്ചു, ഒരു പഠനം, ഒരു ജോലി, ഒരു ബിസിനസ്, എന്ത് കാര്യം നീ തീരുമാനിച്ചാലും തീരുമാനിച്ച കാര്യം നമ്മുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഫതവക്കൽ അലല്ലാഹ്, പടച്ചോനിൽ തവക്കുലാക്ക്. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്,
എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോകാൻ നമുക്ക് കഴിയണം. തവക്കുലുണ്ടോ? പടച്ചോന്റെ സഹായം നമുക്കുണ്ട് എന്നതാണ് ഇസ്ലാമിന്റെ ചരിത്രം. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ സഹായം ലഭിക്കുന്നവരിൽ, രക്ഷ ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ ഒന്ന്, വിശ്വാസം അത് കലർപ്പില്ലാത്തതാകണം. രണ്ട്, തവക്കുൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മൂന്നാമത്തത്, തഖ്വയോടുകൂടി ജീവിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ സഹായം എപ്പോഴും ഉണ്ടാകും. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹ്ലിലെ 127-ാമത്തെ വചനം, 128-ാമത്തെ വചനം, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. അല്ലാഹു കൂടെയുള്ളത് തഖ്വയുള്ളവരുടെ കൂടെയാണ്. അല്ലാഹുവിന്റെ സഹായം ലഭിക്കുന്നത് തഖ്വയുള്ളവർക്കാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വമൻ യത്തഖില്ല, ആരാണോ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നത്, യജ്അൽ ലഹു മഖറജ, ഏത് പ്രശ്നങ്ങൾക്കും ഏത് പ്രതിസന്ധികൾക്കും ഒരു പോംവഴി റബ്ബവന്റെ മുമ്പിൽ തുറന്നു കൊടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന വാഗ്ദത്തമാണ്. മാത്രമല്ല സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈ തഖ്വ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? എന്താണ് തഖ്വ? ഏറ്റവും ചെറിയ നിർവചനം എന്താ അറിയോ? അല്ലാഹ് കൽപ്പിച്ച കാര്യം ചെയ്യുക, അവൻ വിരോധിച്ച ഹറാമുകൾ ഒഴിവാക്കുക. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്തിൽ പണ്ഡിതന്മാർ പറയുന്നൊരു കാര്യം എന്താ അറിയോ? തഖ്വ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ട രാത്രി ഒരുപാട് നേരം നിസ്കരിക്കലും എല്ലാ പകലിലും നോമ്പെടുക്കലും അതാണ് തഖ്വ എന്ന് ആരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല തഖ്വ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞുതരാം, തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹ് നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുക, അവൻ വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക. അതിന് പറയുന്ന പേരാണ് തഖ്വ. അത് ജീവിതത്തിൽ ചേർത്ത് വെക്കുന്നവന് പറയുന്ന പേരാണ് മുത്തഖി. അങ്ങനെ തഖ്വയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിക്കും അള്ളാഹുവിന്റെ സഹായമുണ്ടാകും എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അഞ്ചാമത്തെ കാര്യം പ്രാർത്ഥനയാണ്. ഒരു വിശ്വാസിയുടെ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയാണ് അള്ളാഹുവിന്റെ സഹായം ലഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. നമ്മുടെ ഖദറിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരേ ഒരു കാര്യം അതെന്താണ്? അത് പ്രാർത്ഥനക്ക് മാത്രമേ കഴിയുകയുള്ളൂ. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട സന്ദർഭത്തിൽ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് നടത്തുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതെന്താണ്? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇതൊരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നടത്തിയപ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു രക്ഷ നൽകി. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചോദ്യമുണ്ട്, ഇതൊരു പ്രസ്താവനയല്ലേ? ഇതെങ്ങനെയാണ് പ്രാർത്ഥനയാകുന്നത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നത് പറയുന്നിടത്ത് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്ന ഒരു വാചകമല്ലല്ലോ. ഇതൊരു പ്രസ്താവനയല്ലേ? ഇതൊരു പ്രസ്താവനയാണ്, എന്നാൽ പ്രാർത്ഥനയുമാണ്. ഇത് നടത്തുന്ന യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ നിന്നൊരു തേട്ടമുണ്ട്. ഇത് പറയുമ്പോൾ ഏകനായ ഒരു ഇലാഹുമില്ല, ആരാധിക്കപ്പെടാൻ ഒരു ആരാധ്യനുമില്ല, അള്ളാഹുവേ നീ പരിശുദ്ധനാണ്, ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടിരിക്കുന്നു എന്നതു മാത്രമേ ആ പ്രസ്താവനയിലുള്ളൂ. ഇത് പറയുന്ന യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ നിന്നൊരു തേട്ടമുണ്ട്. ആ തേട്ടം, മനസ്സിന്റെ തേട്ടം, അത് കേൾക്കാൻ മുഹയ്യദ്ദീൻ ഷെയ്ഖിന് കഴിയൂല, ലോകത്ത് ഒരു സൃഷ്ടിക്കും കഴിയൂല. അത് കേൾക്കാൻ ആർക്ക് മാത്രമേ കഴിയുള്ളൂ? പടച്ചോന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് പടച്ചോനോട് മാത്രമേ നമ്മൾ തേടാവൂ. മനസ്സിന്റെ തേട്ടമറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനോടാണ് നമ്മൾ തേടേണ്ടത്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫസ്തജബ്നാ ലഹു വനജ്ജൈനാ, നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി, നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി, മിനൽ ഗമ്മി, ആ വെള്ളത്തിൽ നിന്ന്, ആ പ്രയാസത്തിൽ നിന്ന്, വകദാലിക നുൻജിൽ മുഅ്മിനീൻ, അപ്രകാരമാണ് മുഅ്മിനീങ്ങളെ നാം രക്ഷപ്പെടുത്തുന്നത്.
അങ്ങനെയാണ് മുഅ്മിനീങ്ങൾ അല്ലാഹു രക്ഷപ്പെടുത്തുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരാൻ. അപ്പൊ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് നോക്ക്, പള്ളിയിലേക്ക് കയറുമ്പോൾ അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ പരമാവധി ജീവിതത്തിൽ പകർത്താൻ, പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആറാമത്തെ കാര്യം, ദിക്റുകളും ദുആകളും പതിവാക്കണം. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് തേള് കുത്തിയ ഒരു സഹാബി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ അദ്ദേഹത്തോട് ചോദിക്കുന്നതെന്ന് അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? അള്ളാന്റെ റസൂല് പറയാണ്, ഇന്ന് നിങ്ങൾ അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ ശർരി മാ ഖലഖ് എന്ന പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടായിരുന്നില്ലേ? അങ്ങനെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ലം തദുറക ഇൻഷാ അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാണ്, അങ്ങനെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളൊരു പ്രയാസവും നിങ്ങളെ ബാധിക്കുമായിരുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കാൻ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദ് വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. രാവിലെ 3 വട്ടം, വൈകുന്നേരം 3 വട്ടം ഇത് ചൊല്ലുന്ന ഒരാളെ ഒരു പ്രയാസവും ബാധിക്കുകയില്ല. ഏതൊരു സ്ഥലത്ത്, പുതിയ സ്ഥലത്ത് നമ്മൾ ചെന്നിറങ്ങുകയാണെങ്കിലും അവിടെ അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ ശർരി മാ ഖലഖ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച എന്ന ദിക്റാണ്. ഇതൊക്കെ പടച്ചോന്റെ അടുത്ത് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗമായി പഠിപ്പിച്ച എന്ന ദിക്റുകളാണ്. അത് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഏറ്റവും നല്ല ജീവിതം നയിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും അള്ളാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൽ നിന്ന് എപ്പോഴും സഹായം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കലർപ്പില്ലാത്ത വിശ്വാസത്തോടുകൂടി, തവക്കുലോടുകൂടി ഏറ്റവും മനോഹരമായ ജീവിതം നയിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിലെ രോഗികൾക്ക് അള്ളാഹു ശമനം നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉസ്താദുമാർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക.